സാർ 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 ഒരു മിനിറ്റ് അക്കരെ വരെ പോണം, ഒന്ന് സഹായിക്കൂ. സൈക്കിളിൽ നിന്ന് ചാക്കിട്ട് താഴെ വീണുപോയി, അതൊന്ന് എടുത്തു വെക്കണം. എടോ നിക്ക്, ആ ലിവർ വലിച്ചു പിടിക്ക്. കാരിയറിന്റെ പുറത്തല്ലേ വെക്കേണ്ടത്? കാരിയറിന്റെ പുറത്ത് വെച്ചോ, പക്ഷെ ലിവർ പിടിച്ച് വലിക്ക്. ലിവറോ? അല്ല സാർ, കാരിയറിന്റെ പുറത്താ വെക്കുക. ഓ, എവിടുന്ന് വന്ന് നിങ്ങള്? താഴെ വെക്ക്, ഇങ്ങോട്ട് മാറി നിക്ക്, പിടിക്കേ. എന്താണോ മേടിച്ച് നോക്കുന്നേ? അങ്ങോട്ട് വെക്ക്. ഇതിന്റെ പേരാ ലിവർ എന്ന്. ഓഹോ, ഇതിലെങ്ങനെയാ വെക്കുന്നത് നോക്കിയോ. ഇപ്പൊ കണ്ടില്ലേ, ഇതിൽ എന്ത് വെച്ച് വലിച്ചു വിട്ടാലും അത് പിടിച്ചിരുന്നോളൂ. ഇത് ഇത്രയും നാൾ ഉപയോഗിക്കാത്തത് കൊണ്ട് സ്പ്രിങ്ങിന്റെ അവിടെ എവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇന്നലെ അയാൾ പറഞ്ഞപ്പോഴാ മനസ്സിലായ. സൈക്കിള് വാങ്ങിയിട്ട് 3 മാസമായി, എന്നാ കാരിയർ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്ന് അറിയാതെ പോയല്ലോ. ഞാനൊരു മണ്ടൻ. എന്തായാലും ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഡേ, ഇങ്ങ് കൊണ്ടുവാ. അച്ഛന്റെ കൂടെ സൈക്കിളിൽ പോകാം. ഇങ്ങോട്ട്, ഇവിടെ വഴി. നിക്ക്. എന്ത് ചെയ്താലും ബുദ്ധിയില്ലാതെ ചെയ്യരുത്, ആലോചിച്ച് സാമർത്ഥ്യത്തോടെ ചെയ്യണം. ഇതൊന്ന് പിടിക്കേ. എന്തൊരു വെയിലാ, ഇതാണെങ്കി ഇരുമ്പും. കൊച്ചിന് പൊള്ളൂല്ലേ? ഇനി ഇവിടെ ഇരുന്ന്. മോളെ, എന്റെ സുന്ദരി കുട്ടിയല്ലേ നീ? എപ്പോഴും നീ കാരിയറിന്റെ മോളിൽ നിന്ന് താഴെ വീഴാറല്ലേ പതിവ്? എന്നാ ഇനി നീ വീഴില്ല മോളെ. അച്ഛൻ അതിനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്നലെ ഞാൻ കണ്ടതാ. ഈ പണ്ടാരപ്പെട്ട ഗ്രാമത്തിൽ ഇദ്ദേഹം മാത്രമല്ല ഇങ്ങനെ, ഏകദേശം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. കാരണം ഇവരാരുമല്ല, അവരുടെ സാഹചര്യം അതാ. ടൈറ്റാനിക് എന്നുവെച്ചാ മലയാളത്തിൽ എന്താ അർത്ഥം? അത് മോഹൻലാലിന്റെ ഡബിൾസ് എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, അതിന്റെ ഇംഗ്ലീഷ് ആയിരുന്നു. മനസ്സിലാവുന്നില്ലോ. നമ്മുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇംഗ്ലീഷ് പടായി പോയതുകൊണ്ട് കഥ മനസ്സിലാവില്ലെന്ന് ആർക്കും പരാതി വേണ്ട. പാർട്ട്ണർക്ക് പഠിപ്പുള്ളതുകൊണ്ട് എല്ലാവർക്കും കഥ പറഞ്ഞു തരും. നമ്മുടെ നദിയ മൊയ്തുവിന്റെയും മമ്മൂട്ടിയുടെയും പടമില്ലേ ഡബിൾസ്, അതുപോലെ ആങ്ങളുടെയും പെങ്ങളുടെയും കഥ ഇത്. മോഹൻലാല്, സിൽക്ക്, സ്മിത. ഓഹോ, അവിടെ അഭിനയിക്കാൻ പോയതുകൊണ്ടായിരിക്കും അല്ലേ ഇപ്പൊ ഇവിടുത്തെ പടത്തിലൊന്നും കാണാത്തത്. അല്ല ചേട്ടാ, ഇവരാരാ ഈ സിനിമയില്? ഇവർ രണ്ടാളുമാണ് സുഹൃത്തുക്കള്, ആങ്ങളെയും പെങ്ങളും. ഓ, എല്ലാവർക്കും മനസ്സിലായോ? ഇവരാണ് ആങ്ങളെയും പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അതായത് ബാലരമയിലെ രാജുവും രാധയും പോലെ. ഓ, അത് ശരി. അല്ല, അപ്പൊ ഈ സിനിമയിൽ വില്ലൻ വരുന്നത് എപ്പോഴാ? അതാ വരുന്ന കണ്ടില്ലേ? അയ്യയ്യേ, ഇത് മലയാളത്തിലെ വില്ലനെ പോലെ ഒന്നും അല്ല. ഇയാളുടെ ഒന്നും ആക്ടിങ് ശരിയല്ല. അല്ല പീതാംബര, ആങ്ങളെയും പെങ്ങളും ആണെന്നല്ലേ പറഞ്ഞേ? രണ്ടുപേരുടെ ആട്ടം കണ്ടില്ലേ? എന്തൊരു ചോദ്യായത്, വിദേശത്തൊക്കെ ഇത് സാധാരണ കാണുന്നതല്ലേ? അവരുടെ നമ്മുടെയൊക്കെ സംസ്കാരം വേറെ വേറെ. എന്താ ആങ്ങളെയും പെങ്ങളും ചേർന്ന് ആടിപ്പാടുന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. ആങ്ങളെയും പെങ്ങളും ചേർന്ന് ചുണ്ടോട് ചുണ്ട് ചേർത്ത് ഉമ്മ കൊടുക്കും. കുറച്ചും പറഞ്ഞല്ലേ അവരുടെ സംസ്കാരം വേറെയെന്ന്. അവരെന്താ അതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയോ? ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മര്യാദക്ക് എല്ലാരും കാണുന്ന രീതി പണം എടുക്കടാ. നിന്റെ തിയേറ്ററിൽ ഞങ്ങൾ പകുതി കാശ് നീ കേട്ടു ഞങ്ങളെ. എല്ലാരും ഇരിക്കാൻ. സെൻസറുകാരനെ വെട്ടിയിട്ടുണ്ടാവും. പിന്നല്ലാണ്ട് എല്ലാം സമ്മതിച്ചെന്നേ. കെട്ടിപ്പിടിച്ച് ഡാൻസ് ആടുന്നു, അത് പോട്ടെ. ചുണ്ടോട് ചുണ്ടിൽ ഉമ്മ കൊടുക്കുന്നത്, അതും പോട്ടെ. ഈ കാറിനകത്താ എല്ലാം നടക്കുന്നത്. വിദേശത്തൊക്കെ ആങ്ങളും പെങ്ങളും കൂടി ഇങ്ങനൊക്കെ ചെയ്താ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വേറെ എന്താ ചെയ്യാനുള്ളത്? പച്ചക്കള്ളം പരമാർത്ഥമാണെന്ന് ആരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നുണക്കഥ ഉണ്ടാക്കി അണ്ണാക്കിലേക്ക് തള്ളിക്കേറ്റാനായിട്ട് ഏട്ടനെ പോലെ മിടുക്കനായ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. ഇനിയെങ്കിലും സത്യം പറ, ഇത് ആങ്ങളെയും പെങ്ങളാണോ? അല്ലടാ, മുഖച്ചായ ഒരേപോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
ഏട്ടാ എന്താ പടം കഴിഞ്ഞ് നമ്മുടെ ആളുകളൊക്കെ പുറത്തു വന്നിട്ട് കഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ അതോടുകൂടി നമ്മുടെ രണ്ടുപേരുടെയും കാര്യം കട്ടപ്പുകയാ. അല്ല നമ്മളെന്തിനാ പടം തീരുന്നത് വരെ ഇവിടെ ഇരിക്കുന്നത്? ടൗണിലെ ഹോട്ടലിൽ പോയി നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഇവരെല്ലാം 6 കടന്ന് അങ്ങനെ പോയതിനു ശേഷം നമുക്ക് പോകാം. എന്താ? എനിക്ക് ചേട്ടാ എന്താടാ? നമ്മളിപ്പോ കണ്ടിട്ട് വന്ന ഇംഗ്ലീഷ് പടമില്ലേ ടൈറ്റാനിക്, അതിലെ നായകനും നായികയും പരസ്പരം പ്രേമിക്കുക. അതുകൊണ്ടാണ് അവര് കപ്പലിന്റെ മുകളിൽ കയറി ഇങ്ങനെ പോസ് ചെയ്തത്. പക്ഷെ അതും പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തിനാ ഇങ്ങനെ കുരിച്ചു പോലെ നിൽക്കുന്നതെന്ന് എനിക്കറിയാത്തത്. സേതുരാമ, നീ ഇന്റർവെല്ലിന് മൂത്രമൊഴിക്കാൻ പോയില്ലേ? ആ സമയത്ത് നമ്മുടെ കൂടെ വന്നവരൊക്കെ എന്നെ ചുറ്റി ഇരുന്നിട്ട് എന്തിനാ അവര് കപ്പലിന്റെ മുകളിൽ കയറി കൈ നൂർത്തി വെച്ച് പോകുന്നത് എന്നവരെന്നോട് ചോദിച്ചു. എനിക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. രാത്രി നേരത്ത് നല്ല മഞ്ഞ് പെയ്യുമ്പോ ഉടുപ്പൊന്നും ഇല്ലാതെ പോകുന്നത് ഹാർട്ട്, കിഡ്നി, ലിവർ ഇതിനൊക്കെ വളരെ നല്ലതാന്ന് പറഞ്ഞു. പാവങ്ങള് അത് വിശ്വസിച്ചോണ്ടാ പോകുന്നത്. എന്തോ ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. എന്റെ മനസ്സിൽ തോന്നിയത് പറയട്ടെ. നമ്മള് കണ്ട പടത്തില് ആ ചെറുക്കനും പെണ്ണും എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയില്ല. എന്താ പീതാംബരൻ ഹാർട്ടിന് നല്ലതാ, ലിവറിന് നല്ലതാ എന്നൊക്കെ അടിച്ചു വിട്ടേ. അതൊക്കെ പുളുവാണെന്ന് തെളിഞ്ഞാ ഒരിക്കലും പിന്നെ പീതാംബരൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത്. വേറെ പണി നമുക്ക് കൊടുക്കാം. കഥ തുറന്നെടുക്കല്ലേ, അകത്തു വാ. പാല് കുടിച്ചതാ. എന്തിനാ എപ്പോ നോക്കിയാലും നിങ്ങൾ ഇങ്ങനെ മോന്റെ തലക്കിട്ട് കൊട്ടുന്നത്? എടി, ഇവർ 5 വയസ്സ് കഴിയാൻ പോവല്ലേ, ഇതുവരെ പാല് കൂടി മാറിയിട്ടില്ല. ഇത് മാറ്റാൻ വേണ്ടി നിനക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? അയ്യോ, ഞാൻ എത്രയോ കയ്പുള്ള മരുന്നുകളൊക്കെ പുരട്ടി നോക്കിയതാ. അവന് ഇതില്ലാതെ പറ്റുന്നില്ല. എന്താടാ? ഞാൻ പാല് കുടിച്ചാൽ എന്തിനാണ് തലക്കെട്ട് കൊട്ടുന്നത്? പിന്നെ കൊഞ്ചണോ നിന്നെ? അങ്ങനെയാണെങ്കിൽ അച്ഛനും ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മയല്ലേ എപ്പോഴും പാലെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് അച്ഛന് തരുന്നത്? ദിവസവും വാങ്ങി കുടിക്കാറില്ലേ? ശരി മോനെ, പോയി കളിച്ചു ചെല്ലു. അവന്റെ കാര്യം പോട്ടെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ വേഷം എടുത്തോണ്ട് വരാന്തേ പോയി ഇരിക്കരുതെന്ന്. മര്യാദക്കുള്ള തുണി എടുത്തോണ്ട് വേണം വീട്ടിലിരിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേട്ടോ നീ? ഇങ്ങനത്തെ വേഷം ധരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്ന് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് എനിക്ക് മാത്രം കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ നാട് മൊത്തം കണ്ടോണ്ടിരിക്കല്ലേ. എങ്ങനെയാ മനുഷ്യൻ സഹിക്കുന്നത്?